രാവിലെ 5 മണിയോടുകൂടിയാണ് പത്തനംതിട്ട ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ ജനവാസ മേഖലയിലുള്ള കിണറ്റിൽ കടുവ അകപ്പെട്ടത്. ഇപ്പോഴും ആ കടുവ ആ കിണറ്റിൽ തന്നെ തുടരുകയാണ്. ആ കടുവയെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള വനംവകുപ്പിന്റെ ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. അങ്ങേയറ്റം ശ്രമകരമാണ് ഈ കടുവയെ പുറത്തെടുക്കുക എന്നുള്ള കാര്യമാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഉദ്യോഗസ്ഥനായിട്ടുള്ള BR ജയൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. നിലവിൽ കിണറിന് 7 മീറ്റർ ആഴം മാത്രമാണ് ഉള്ളത്. അതിൻ്റെ 4 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളമുണ്ട്. അപ്പോൾ കടുവ എങ്ങനെയാണോ കിണറ്റിലേക്ക് വീണത് അതിനതേ രീതിയിൽ തന്നെ തിരികെ കരയിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. എന്തായാലും കിണറ്റിലെ വെള്ളം ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി പറ്റിച്ചുകൊണ്ട് വല ഉപയോഗിച്ചുകൊണ്ട് കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക. അത് പരാജയപ്പെട്ടാൽ മാത്രമായിരിക്കും മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുക. നിലവിൽ എന്തായാലും കിണറ്റിലെ വെള്ളം പറ്റിച്ചുകൊണ്ട് കടുവയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഏതാണ്ട് 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കടുവയാണ് എന്നുള്ള ആ ഒരു വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ കടുവയെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞൊരു 2 ആഴ്ചക്കിടെ പത്തനംതിട്ടയിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ രണ്ടാമത്തെ കടുവയാണിത്. കഴിഞ്ഞ ആഴ്ച വടശ്ശേരിക്കര കുമ്പളത്താമണിൽ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി വളർത്തുമൃഗങ്ങളെ അടക്കം പിടിച്ചുകൊണ്ട് പോവുകയും പിന്നീട് വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടുകയുമാണ് ചെയ്തത്. എന്നാൽ ഇവിടെ നേരത്തെ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ഈ പറയുന്ന ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം ഉണ്ടായതിനെക്കുറിച്ച് നാട്ടുകാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ടാണ് കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കിണറ്റിൽ നിന്ന് ഒരു പൈപ്പ് ഇറക്കി കടുവയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ആ ഒരു ദൗത്യം തന്നെയാണ്. എല്ലാവരും സഹകരിക്കണം എന്നുള്ള ആ ഒരു കാര്യം കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ കടുവയെ കണ്ടത്. ഇപ്പോൾ ഈ പ്രദേശത്തിന്റെ സാഹചര്യം എന്താണ്? ഇവിടെ കടുവയുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്. ഞങ്ങൾക്കെല്ലാം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കൊച്ചു കുട്ടികളെല്ലാം ഇവിടുന്ന് സ്കൂളിൽ പോകുന്നതാണ്. 4-5 മാസം മുമ്പേ ഇവിടെ കടുവയുടെ സാന്നിധ്യം കണ്ടതാണ്. ഈ ഒരാഴ്ച മുമ്പേ പുലിയുടെ സാന്നിധ്യം കണ്ടതാണ്. ഇതെല്ലാം ഞങ്ങൾ വനംവകുപ്പിനെ വിളിച്ചറിയിക്കാറുണ്ട്. പേടിയുണ്ടോ? അപ്പോ എന്താ അവസ്ഥ, പൊതു സാഹചര്യം? ചിറ്റാർ സേത്തോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇന്നലെ ചിറ്റാറിനോട് അടുത്ത പ്രദേശമായ ഈട്ടിച്ചോട്ടിൽ 3 ആന ഇറങ്ങി ആൾക്കാരുടെ കൃഷികളൊക്കെ നശിപ്പിച്ചിട്ട് പോയതായിട്ട് അറിവിട്ടിട്ടുണ്ട്. അപ്പം ഈ കടുവേനെ പുറത്തേക്ക് എടുക്കുക അങ്ങേറ്റം ശ്രമകരമാണ്. കാരണം വലിയ ആഴമില്ലാത്ത കിണറാണ്. വലിയ സുരക്ഷയെ കുറിച്ച് വേണം ചെയ്യാനായിട്ട്. അതെ, കടുവ തന്നെ ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അഗ്രസീവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളെ ഫോറസ്റ്റ് ഓഫീസേഴ്സും പോലീസുകാരൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അത് എടുത്തു കഴിഞ്ഞാലും ജനങ്ങൾക്കൊരു ഉറപ്പ് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജനങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. വന്യമൃഗങ്ങളുടെ എല്ലാവർക്കും പേടിയാണല്ലോ, എല്ലാവർക്കും ഭയമാണ്. പേടി, ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. ഇവരിപ്പോൾ എടുത്തിട്ട് അങ്ങ് പോവും. പിന്നെ നാളെ ഇത് തന്നെയല്ലേ കാണുന്നത്. ഞങ്ങൾക്കൊരു പേടിയുണ്ട്. ഇവരിപ്പോൾ എടുത്തിട്ട് എല്ലാവരും പോകും, പിന്നെ നാളെ വരത്തില്ലെന്നുണ്ടോ? ഇത് ഒന്നായിട്ട് ഇറങ്ങത്തില്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്. അത്തരത്തിലുള്ള ആശങ്കയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ജനവാസ മേഖലയിലെ ഒരു കിണറ്റിൽ എല്ലാവരും കുടിക്കാനൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന ആ ഒരു കിണറാണ്. ആ കിണറ്റിൽ നിന്നാണ് ഇപ്പോൾ ആ കിണറ്റിലാണ് കടുവ അകപ്പെട്ടിട്ടുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവയെ പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കടുവയെ പുറത്തേക്കെടുക്കുക അങ്ങേയറ്റം ശ്രമകരമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ കടുവയെ കാണുന്നത്. പക്ഷേ മറ്റ് പല വന്യമൃഗങ്ങളുടെയും ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആശങ്ക മറ്റ് നാട്ടുകാരടക്കം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തെ ഈ കടുവയെ പിടികൂടുന്നത് കാണാനായിട്ട് 100 കണക്കിന് നാട്ടുകാരൊക്കെ ഈ പ്രദേശത്തുണ്ട്. പക്ഷേ എല്ലാവരും സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഈ കടുവയെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. നിലവിൽ ഏതാണ്ട് 5-6 മണിക്കൂർ പിന്നിടുകയാണ് ഈ കടുവ ഈ ജനവാസ മേഖലയിലുള്ള കിണറ്റിൽ ഇറങ്ങിയിട്ട്. വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയാണ് ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിലവിൽ നടക്കുന്നത്. പത്തനംതിട്ട ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.